കെ സി റിയാസുദ്ദീൻ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയാണ്, പാലക്കാട് നിന്നുള്ള പ്രതിനിധിയാണ്. റിയാസുദ്ദീൻ, ഇന്നിപ്പോൾ MLA-യുടെ ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധം AYFIയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഡിവൈഎഫ്ഐയും പലയിടത്തും പ്രതിഷേധം നടത്തി. പല യുവജന സംഘടനകളും ഈ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തു നിന്നും രാജിവെച്ചല്ലോ. അതാണ് പാർട്ടി അടിയന്തരമായി എടുത്ത നടപടി. അതിൽ ആലോചനാ യോഗം നടന്നില്ല, അധികം സമയമെടുത്തില്ല, ഉടൻ തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കുന്നതിൽ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി കാത്തു നിൽക്കുന്നു എന്നാണ് N. ശ്രീകുമാർ പറഞ്ഞത്. CPM-ന് ഇക്കാര്യത്തിൽ പറയാൻ അർഹതയുണ്ടോ എന്ന തിരിച്ചുള്ള ചോദ്യവുമുണ്ട്. കെ സി റിയാസുദ്ദീൻ മറുപടി നൽകാം. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ട് ആദ്യം പാലക്കാട് വന്ന ശേഷം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പാലക്കാട്ടെ വോട്ടർമാർക്ക് മുൻപാകെ, ജനങ്ങൾക്ക് മുൻപാകെ കൊടുത്ത ഒരു ഉറപ്പ് പാലക്കാട് ജനതയ്ക്ക് തല പോവേണ്ടി വന്നാലും തല കുനിക്കേണ്ടി വരില്ല എന്നാണ്. ഞാനിപ്പോൾ ഇത് ഊന്നി പറയുന്നത് പാലക്കാട്ടുകാരുടെ തല പോവേണ്ടി വന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ പാലക്കാട്ടെ വോട്ടർമാരാകെ, പാലക്കാട്ടെ ജനങ്ങളാകെ, അത് കടന്ന് കേരളത്തിലെ മനുഷ്യരാകെ ഇപ്പോൾ തല കുമ്പിട്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ചൊന്നും ഞാനിവിടെ സമയമെടുത്ത് ഇനി വിശദീകരിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നേരിട്ട് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ ഡിജിറ്റൽ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയ സുഹൃത്ത് ഒരു ഉളുപ്പുമില്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പെർവേർട്ടിനെ, അദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനലിനെ ന്യായീകരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ നേരത്തെ സംസ്ഥാനത്ത് ഒന്നും ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ അതല്ലെങ്കിൽ MLA-മാരോ മന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി വന്ന പരാതികളുമായിട്ടൊന്നും ഒരു സാമ്യതയുമില്ലാത്ത തരത്തിൽ ദിനേന ഇന്ന് തന്നെ 1-2 വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരേ സമയം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് MLA എന്ന നിലക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിലപാടാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചു പോരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് സ്വമേധയാ അദ്ദേഹം രാജിവെച്ചതല്ല എന്ന് രാവിലെ മറ്റു ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിനിടെ പാലക്കാട്ട് MP, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, പാലക്കാട് ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറ്റൊരു പാട്രൺ ഇവിടെ പാലക്കാടിൻ്റെ MP തന്നെ ശ്രീകണ്ഠൻ തന്നെ വ്യക്തമാക്കിയത് പാർട്ടി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് രാജി വെപ്പിച്ചില്ലേ എന്നാണ്. അപ്പോൾ അത് മറ്റ് നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കിയ പ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റിയത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇപ്പോൾ ആരുടെയെങ്കിലും പരാതിയുണ്ടോ, എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരു പരാതിയുമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു തെളിവുകളുമില്ലാത്ത കേവലമായ ആരോപണത്തിൻ്റെ പേരിലാണോ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിൽ ഒരു അയാൾ സംസ്ഥാന പ്രസിഡന്റ് ആയതൊക്കെ ഏത് മാർഗത്തിൽ എന്നല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ആരെങ്കിലും എന്തെങ്കിലും പരാതി ഉന്നയിച്ച ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പോലെ സംഘടനയുടെ അധ്യക്ഷനെ മാറ്റാൻ ഇവിടുത്തെ AICC ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുമോ? ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചില ചർച്ചകൾ, ചില ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണല്ലോ, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഈ കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണത്തിന് പുറകെയാണോ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ വരുന്നത്? 3 വർഷം മുൻപ് കൃത്യമായി കേരളത്തിൻ്റെ അന്നത്തെ KPCCയുടെ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന് ശ്രീമാൻ VD സതീശന് അദ്ദേഹത്തെ പിതൃതുല്യനായി കാണുന്നു എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരു യുവതി നേരിട്ട് ചെന്ന് കാണുന്നു, സംസാരിക്കുന്നു. ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മോശമായ അനുഭവത്തെക്കുറിച്ച് നേരിട്ട് പരാതി പറയുന്നു. ആ പരാതി
അവർ പിതൃതുല്യനായി കാണുന്ന വി ഡി സതീശൻ കൈപ്പറ്റിയതിനു ശേഷം 3 വർഷങ്ങൾക്ക് ഇപ്പുറം പടിയായി നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയല്ലേ ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ നോക്കൂ, ഈ കേരളത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്ന് ഇവിടെ പാലക്കാട് മത്സരിപ്പിച്ച് വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി പിൻഗാമിയായി ഇതുപോലെ ഒരു ക്രിമിനലിനെ, ഒരു പെർവേർട്ടിനെ ഈ പാലക്കാട് മണ്ഡലത്തിലെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പോയ ഷാഫി പറമ്പിലിന്, ഹണി ഭാസ്കർ എന്ന് പറയുന്ന അവർ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ ലഭ്യമല്ല. എല്ലാ കാര്യങ്ങളും ഷാഫിക്ക് അറിയാമായിരുന്നില്ലേ? എന്താണ് ഷാഫിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ വിവിധ വിഷയങ്ങളിൽ വിവിധ നേതാക്കളോട് പരാതി പറഞ്ഞു. ചിലർ അദ്ദേഹത്തിൻ്റെ മിടുക്കല്ലേ? ഇതാണോ മിടുക്ക്? ഇന്നലെ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ ഇവിടെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളില്ലേ? ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു വേർഡ് കടമെടുത്ത് തന്നെ പറയട്ടെ. ആരാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ? കേരളത്തിലെ ഈ പറയുന്ന 140 MLA-മാരിൽ ഒരു MLA ആണോ? അതിൽ ഉപരിയായി അദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണ്. അവിടെയാണ് വിഷയം. ഇതിനു മുൻപ് നടന്ന വിഷയങ്ങളിൽ, അതിനു മുൻപ് നടന്ന ധാർമ്മികത, നീതി, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ തിരയേണ്ടതുണ്ടോ? ഇദ്ദേഹം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില, അദ്ദേഹത്തിൻ്റെ നോക്കൂ വലിയ ഒരു ക്രിമിനൽ കുറ്റവാസന, ഇതെല്ലാം വെച്ച് നിരന്തരമായി ഒരു ട്രാൻസ് വിമണിനോട് എനിക്ക് താങ്കളെ, നിങ്ങളെ നോക്കൂ റേപ്പ് ചെയ്യുന്നത് പോലെ, ആ വാക്ക് പറയുന്നതിൽ മറ്റെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ക്ഷമിക്കണം, റേപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, നമുക്ക് മറ്റൊരു സംസ്ഥാനത്ത് പോയി റൂം എടുക്കാം, താമസിക്കാമെന്നാണ്. ആളുകളെ കാണുന്നു, അറിയുന്നു, പരിചയപ്പെടുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ടൈമർ സെറ്റ് ചെയ്ത് അവിടെ കാര്യങ്ങൾ സാധിക്കുന്നു. അത് കഴിഞ്ഞ് അവരെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഗർഭിണിയാക്കി നോക്കൂ, കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം നിർബന്ധിത ഗർഭചിത്രം, നിർബന്ധിത പരിവർത്തനം എന്നൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ രീതിയിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. 1, 2, 3 പേരെയാണോ? ഇനിയും എത്ര വാർത്തകളാണ് പുറത്തു വരാനുള്ളത്? അപ്പൊ ഇവിടെ നേരത്തെ നടന്ന ചില വിഷയങ്ങളിൽ, ചില പരാതികളിൽ ആ രീതിയിൽ അതുമായി താരതമ്യം ചെയ്ത് ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ MV ഗോവിന്ദനെ തിരിഞ്ഞു കുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുകേഷുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നു, പരാതി ഉയർന്നു, മുകേഷിനെതിരെ കേസ് വന്നു. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണെന്ന് ഓർക്കണം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ രാജി ആവശ്യം ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ച സമയത്ത് MV ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ കോടതിയിൽ ചെന്ന് ആ കേസിൽ മുകേഷ് ജയിക്കുകയാണെങ്കിൽ പിന്നീട് തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് അതിൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അതേ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ തീവ്രത അളക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പല കേസുകളായി വന്നിട്ടുണ്ടോ? ആ കേസുകൾ ഏത് രൂപത്തിലാണ്? അത് റേപ്പായിരുന്നോ? മറ്റെന്തെങ്കിലും രൂപത്തിലായിരുന്നോ? മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ശല്യം ചെയ്യലായിരുന്നോ? പരാതി അവിടെയുണ്ട്, പരാതി പോയിട്ടുണ്ട്, പരാതി നമ്മൾ ചർച്ച ചെയ്തതാണ്, കേസുമായിട്ടുണ്ട്, കോടതിയിലെത്തിയതാണ്, ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതിനുള്ള മറുപടി സ്മൃതി, ഇത് മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടോ ഇതിനു മുമ്പ് നടന്ന മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടോ താരതമ്യം ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യമല്ല. ഒന്ന്, മുകേഷിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. മുകേഷിന്റെ വിഷയത്തിൽ മുകേഷിനെതിരായി പരാതി ഉന്നയിക്കപ്പെട്ട പരാതിക്കാരിയുടെ ക്രെഡിബിലിറ്റി നമ്മളത് പരിശോധിക്കണ്ടേ? അതെങ്ങനെയാണ് നിങ്ങൾ പരിശോധിക്കുക? അല്ലല്ല, ഒരു പരാതി വരുമ്പോൾ അവർ സിനിമാ നടിയാണ് എന്നതുകൊണ്ട് ശരിയായ സമീപനമല്ല. അതൊക്കെ പിന്നീട് വന്നതാണ്. സിനിമാ നടി എന്നല്ല, അവർക്കെതിരെ പിന്നീട് വന്നതാണ്. റിയാസുദ്ദീൻ ആ പരാതി വരുമ്പോൾ അവർക്കെതിരെ വളരെ ഗൗരവതരമായ അല്ല, ഞാനൊന്ന് പറയട്ടെ. അല്ല, ഇന്ന് മുകേഷിന് മാത്രമല്ല, ഞങ്ങളൊന്ന് പറയും, ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരൊറ്റ മിനിറ്റ്. കോൺഗ്രസിന്റെ MLA M വിൻസെന്റിനെതിരായി പരാതി വന്നിട്ടില്ലേ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരായി പരാതി വന്നിട്ടില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരായി തന്നെ വളരെ കൃത്യമായിട്ട് ഒരു സ്ത്രീ, സിമി റോസ്വെൽ എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിച്ച പരാതി നമുക്ക് മുന്നിൽ നിൽക്കുകയല്ലേ?
ഇതിനു മുൻപ് ശേഷം ഇപ്പോൾ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആൾക്ക് തൊട്ട് MP-മാർ MLA-മാർ ഉൾപ്പെടെ ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കപ്പെടാത്ത ആരാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്? അല്ല, അതിപ്പോ കോടതിയിൽ ചെന്നിട്ട് ഉണ്ടാവാത്ത ഒരു കാര്യം നോക്കൂ. ഒരു MLA അറിഞ്ഞോ അറിയാതെ, ഒരു തെറ്റല്ല, നിസ്സാരമായ ഒരു അബദ്ധമല്ല, ഒരു തെറ്റല്ല, നിരന്തരമായി കാണുന്ന ആളുകളോടെല്ലാം അയാൾക്ക് പ്രത്യേക താല്പര്യം തോന്നുകയാണ്. താല്പര്യം തോന്നിയാൽ അത് അയാൾ അറിയിക്കുകയാണ്. അവരെ ന്യായീകരിക്കേണ്ട ഒരു കാര്യം ഇവിടെയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പാർട്ടിയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയാണോ ചെയ്യുന്നത്, മറിച്ച് അവരെ സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത് ചോദ്യമാണ്. എത്ര പേരെ കൊലപ്പെടുത്തി? അല്ല, ലോകത്തെ മുഴുവൻ കേസുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണിച്ചു തരുന്ന മാതൃക എന്ത് റിയാസുദ്ദീൻ? നിങ്ങൾ കാണിച്ചു തരുന്ന മാതൃക എന്ത്? ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ചോദ്യമാണ് കേട്ടോ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചിരിക്കാനുള്ള ഒരു വിഷയമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഉയർന്ന ചോദ്യമാണ്. ശരി, ഞാൻ മനോപ്രസാദിക്ക് ഞാൻ തിരിച്ചെത്താം. Debate with Smriti Parathikkad.